നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ തന്നെ ഏറ്റവും നല്ലൊരു മാസമായിരിക്കും മാർച്ച് മാസം. കാരണം എന്താ വെച്ചാൽ രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ട്. ചന്ദ്ര ലഗ്നാധിപതി ശുക്രൻ ഉച്ചബലവാനായിട്ട് മീനൻ രാശിയിൽ സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. ശനിയും സർവാഭിഷ്ട സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വ്യാഴപ്പിഴവില്ല, ശനിപ്പിഴവില്ല, എല്ലാം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും ഏകദേശം ഇഷ്ടസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടും. ഗവൺമെൻറ് ജോലി ലിസ്റ്റിലൊക്കെ വന്നവർക്ക് നിയമനം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. സർവാഭിഷ്ട സ്ഥാനത്ത് 4-ാം ഭാവാധിപതി ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നവരും വീട് ബോഡി പിടിപ്പിക്കാം, ഭൂമി വാങ്ങാം, വീട് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. അതേപോലെ തന്നെ ലോണ് പോലെയുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പം ഭാഗ്യാധിപതി സർവാഭിഷ്ട സ്ഥാനത്ത് ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഭാഗ്യാധിപഷ്ട ഭാവേശോപ്യ അശുഭഭാവ പുഷ്ടികൾ എന്നാണ്. അപ്പം ഭാഗ്യാധിപതി ശനിയാണെങ്കിൽ പോലും ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിനും ലഗ്നാധിപതിക്കും ഗുണത്തെ ചെയ്തുകൊണ്ടാണ് ആ ശനി 11-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. മാത്രമല്ല 10-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്താണ് 7-ാം ഭാവാധിപതി ഇരിക്കുന്നത്, നിവർത്തി സ്ഥാനാധിപതി. അപ്പം നമ്മളിലേക്ക് വരേണ്ട പോസിറ്റീവായ ഗുണഫലങ്ങളൊക്കെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനിൽ നിന്നും കിട്ടുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാനും തൊഴിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനും ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തികമായിരിക്കുന്ന മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. പക്ഷേ 4-ാം ഭാവത്തിൽ കേതു ആയത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കാൻ ഇടവരിക. വീട് വിൽപ്പനേൻ്റെ കാര്യത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അനുകൂലമാണ്, ഭൂമി വിൽക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. കാലിൻ്റെ മുട്ടിന് രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. മുട്ടുവേദന, അസ്ഥി തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ അത് വർദ്ധിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. എന്തായാലും ദൈവാധീനമുണ്ട്, വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് എന്നാൽ പോലും വലിയൊരു പ്രശ്നത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകാനുള്ള സാധ്യതയില്ല. അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് അനുഭവിക്കേണ്ട യോഗം. പിന്നെ 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ ചെറിയൊരു മുടക്കങ്ങളോ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ സഹായ സ്ഥാനാധിപത്യത്തിന് ശുഭകർത്തരി യോഗമുള്ള കാരണം നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. സുഹൃദ്ഗുണം അനുഭവിക്കാനായിട്ടും സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കും യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും അനുകൂലാവസ്ഥ ചിന്തിക്കാം. എങ്കിൽ പോലും ശനിയും സൂര്യനും പരസ്പര ശത്രുക്കളായിട്ടാണ് 11-ാം ഭാവത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത എടുത്തിയേട്ടം, ഓവർ കോൺഫിഡൻസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് കിട്ടേണ്ട ലാഭം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുകയും അതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, അതേപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, കർമ്മതടസ്സം മാറുന്നതിന് വേണ്ടി നാഗപൂജ എന്നീ പരിഹാരങ്ങൾ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്കും യോഗമുണ്ട്. വിനോദയാത്രയ്ക്കും യോഗമുള്ള ഒരു യോഗം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.